നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് StormGain എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി വാളറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ അക്കൗണ്ട് ക്രിയേഷനും അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻ മൈൻ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് StormGain. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. StormGain എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. പഴയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കുക. അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് യുവർ ഇമെയിൽ, പാസ്വേഡ്, പ്രോമോ കോഡ് ഉണ്ടെങ്കിൽ പ്രോമോ കോഡ്, ഐ അഗ്രി എന്നുള്ള ഓൺ ആക്കണം. പിന്നെ ഐ കൺഫേം ഐ ആം നോട്ട് എ USA സിറ്റിസൺ എന്നുള്ളത് നമ്മൾ ഓൺ ആക്കണം, നമ്മൾ ഇന്ത്യ ആയിരുന്നു. പിന്നെ പാസ്വേഡ് അടിച്ച് ചെയ്യുമ്പോൾ 8 ക്യാരക്ടേഴ്സ് വേണം, അപ്പർ കേസ്, ലോവർ കേസ്, ഒരു ഡിജിറ്റും വേണം. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ യുവർ ഡെമോ അക്കൗണ്ട് ആൻഡ് റിയൽ അക്കൗണ്ട് ഹാവ് ബീൻ ക്രിയേറ്റഡ് എന്ന് ഒരു ഫണ്ട് അക്കൗണ്ട് ആൻഡ് സ്റ്റാർട്ട് ട്രേഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടച്ച് ID വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ടച്ച് ID. അപ്പോൾ നമ്മുടെ ടച്ച് ID ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ വാളറ്റിലായിട്ടായിരിക്കും ആദ്യം തന്നെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ വാളറ്റിൽ ഏതൊക്കെ ക്രിപ്റ്റോ കറൻസി ഉണ്ടെന്ന് കാണിക്കും. എന്നിട്ട് ആദ്യത്തെ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വേറെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. എക്സ്ചേഞ്ച് ഓപ്ഷനാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ഓപ്ഷനിൽ ട്രേഡിംഗ് നടക്കണമെങ്കിൽ ഫണ്ട് യുവർ അക്കൗണ്ട് എന്ന് കാണിക്കും. നമുക്ക് പൈസ ഇടണം, അപ്പോഴാണ്. പിന്നെ നമുക്ക് കമ്മീഷനൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വാളറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ സപ്പോർട്ട് ആവുന്ന എല്ലാ കോയിൻസും കാണാൻ പറ്റും. പിന്നെ മോറിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ക്രിപ്റ്റോ മൈനർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതാണ് നമുക്ക് ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാനുള്ളതാണ്. പിന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻ കിട്ടും. പിന്നെ നമ്മൾ ക്രിപ്റ്റോ മൈനർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ക്രിപ്റ്റോ മൈനറിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ആക്ടിവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നൈസായിട്ട് ക്ലൗഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ബിറ്റ് കോയിൻ നമ്മളിപ്പോൾ ഇത് ക്ലോസ് ചെയ്താലും മൈനിങ് നടന്നോളും. നമ്മൾ ജസ്റ്റ് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴത്തെ നിങ്ങൾക്ക് മൈനിങ് സ്പീഡ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ പ്ലസ് അടിച്ച് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലുള്ളത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എസ്റ്റിമേറ്റഡ് ഏണിങ്സ് കിട്ടുമെന്ന് കാണിക്കും. ഇതൊക്കെ പൈസ കൊടുക്കണം. നമ്മൾ ഫ്രീ വെർഷൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഏണിങ്സാണ് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഫ്രീ വെർഷൻ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ FAQ നോക്കി കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 10 USDTക്ക് ഈക്വലൻറ്റ് BTC ആയാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മൈനിങ് ഓടിക്കൊണ്ടിരിക്കുന്ന തന്നെയായിരിക്കും വിഡ്രോ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് പറയണത്. പിന്നെ വേറെ കുറേ സംഭവങ്ങളാണ്. പിന്നെ FAQ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ഓരോ 4 മണിക്കൂറിൽ നമുക്ക് ഇത് ഓണാക്കാൻ പറ്റും. പിന്നെ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്രിപ്റ്റോ കറൻസി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്യൂച്ചേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതിൻ്റെ ഇൻക്രീസും ഡിക്രീസൊക്കെ കാണാൻ പറ്റും. പിന്നെ മോറിൽ വീണ്ടും നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് താഴത്തെ സെക്യൂരിറ്റിയിൽ പോയി കഴിയുമ്പോൾ നമുക്ക് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ SMS അല്ലെങ്കിൽ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പ് വെച്ചിട്ട് എനേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ SMSൻ്റെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, സെൻഡ് കോഡ് അടിക്കുക. സെൻഡ് കോഡ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലായിട്ട് മെസ്സേജായിട്ട് ഒരു കോഡ് വരും. ആ കോഡ് അടിച്ചു കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ SMS ഒതൻറ്റിക്കേഷൻ ശരിയാവും. ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിൾ ഒതൻറ്റിക്കേഷനാണ് ഓൺ ആക്കണമെങ്കിൽ നമ്മുടെ SMSൻ്റെ ഓഫ് ആക്കണം. അപ്പോൾ SMSൻ്റെ നമ്മൾ ഓൾറെഡി ഓൺ ആക്കി. അപ്പോൾ അത് SMSലായിട്ട് നമുക്കൊരു കോഡ് വരും. ആ കോഡ് ഒന്നുകൂടി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ SMSൻ്റെ ഓഫായി പോകും. അതായത് SMSൻ്റെ ഡബിൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫായി പോകും. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒതൻറ്റിക്കേറ്റർ ഓൺ ആക്കാൻ. ഇപ്പോൾ നമ്മൾ SMS കോഡ് ഞാൻ അടിച്ചു കൊടുത്തു, അത് ഞാൻ സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് ചെയ്യുമ്പോൾ ഒരു കീ വരും. അത് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ ഇടുക. അപ്പോൾ ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററിൽ വേറൊരു കോഡ് കിട്ടും. ആ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ കോഡ് നമ്മൾ ലേറ്റസ്റ്റ് കോഡ് തന്നെ അടിക്കണം. അത് ടൈം കഴിയുമ്പോഴും കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ അത് മാറിപ്പോവും. അപ്പോൾ ലേറ്റസ്റ്റ് കോഡിൽ തന്നെ അടിച്ചില്ലെങ്കിൽ ട്രൈ അഗെയിൻ എന്ന് അടിക്കും. ഒന്നുകൂടി നോക്കിയിട്ട് ലേറ്റസ്റ്റ് കോഡ് തന്നെ അടിച്ചിട്ട് സബ്മിറ്റ് അടിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ഓൺ ആവും. ഒതൻറ്റിക്കേറ്റർ നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കി എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതൻറ്റിക്കേറ്ററിൻ്റെ കോഡ് ചോദിക്കും വേറൊരാൾ ഓപ്പൺ ചെയ്യുമ്പോൾ. ഇപ്പോൾ SMS കോഡാണെങ്കിൽ SMS ആണ് ഓൺ ആക്കണമെങ്കിൽ SMSലെ കോഡ് ചോദിക്കും വേറൊരാൾ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഷൂട്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.